അപ്പൊ അരുണിമ രാജിവെച്ചത് 2023-ലാണ്. അപ്പൊ ആരെങ്കിലും പറഞ്ഞോ നീ ഇനി ജോലി രാജിവെക്കരുത്? എല്ലാരും പറഞ്ഞു. ഓൾമോസ്റ്റ് എനിക്ക് നെഗറ്റീവ്സ് ആണ് കൂടുതൽ. ഈവൻ ടീച്ചേഴ്സിൽ നിന്നാണെങ്കിൽ പോലും അതൊരു റിസ്ക് ആണ്, കോമ്പറ്റീറ്റീവ് എക്സാം ആണ്, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം റിസൈൻ ചെയ്യാൻ, റീതിങ്ക് ചെയ്യണം. അവിടെയും എല്ലാം സപ്പോർട്ടായിട്ട് നിന്നത് അച്ഛനും അമ്മയും തന്നെയാണ്. ഈവൻ ഫ്രണ്ട്സ്, ഒരു ബാക്ക് ബോൺ തന്നെ. അതെ, അച്ഛനും അമ്മയും തന്നെയാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. അച്ഛനും അമ്മയായിരുന്നു ഈ ഒരു ഫേസിൽ. ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ഇത് കാണിക്കുന്നത് വലിയൊരു റിസ്ക് ആണ് എടുക്കുന്നത്. റിലേറ്റീവ്സിൽ നിന്നാണെങ്കിലും ജോലി കളയുന്നു എന്ന് കേട്ടപ്പം അവർക്കെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഈ ഒരു സെക്ടറിലോട്ട് ഇറങ്ങുന്നു എന്നുള്ളത്. അപ്പൊ കൂടെ നിന്നുകൊണ്ട് പഠിച്ചുകൂടെ എന്നാണ് കൂടുതലായിട്ട് കേട്ട ചോദ്യം. ബട്ട് അത് എനിക്ക് എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. കാരണം വർക്കും സ്റ്റഡീസും കൂടെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. റിസൾട്ട് അറിഞ്ഞപ്പോ എന്തായിരുന്നു ഫസ്റ്റ് റെസ്പോൺസ്? ഹാപ്പിയായി. ഇത്രയും 2 വർഷത്തെ കഷ്ടപ്പാടിനുള്ള റിസൾട്ട് വന്നപ്പം ഓഫ്കോഴ്സ് ഹാപ്പിയായി. വീട്ടുകാരെ പ്രൗഡാക്കി. അവരുടെ മുഖത്ത് വന്ന സന്തോഷം തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഹാപ്പിനെസ്. വീട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി കോമ്പറ്റീറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യണം, UPSC, SSC, ബാങ്കിങ്, ഇതെല്ലാം എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന തന്നെയാണ്. എക്സാം ക്രാക്ക് ചെയ്യണം, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഫസ്റ്റ് ജോബ് ആയിരുന്നു, പ്ലേസ്മെന്റ് ആയിരുന്നു, ക്യാമ്പസ് പ്ലേസ്മെന്റ് ആയിരുന്നു. അപ്പം ജോബ് കിട്ടിയപ്പം അങ്ങനെ കോർപ്പറേറ്റ് സെക്ടറിലോട്ട് മാറി. ബട്ട് അവിടെയും ഞാൻ ജോബ് വൈസ് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അപ്പം ഇത് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് അപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടായി. അപ്പം മാനേജേഴ്സ് ഒക്കെ അത്യാവശ്യം സപ്പോർട്ടായിരുന്നു. അപ്പം ഈ ഒരു ഏജിൽ നമുക്ക് പഠിക്കാൻ പറ്റും, ഭാവിയിൽ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം റിസൈൻ ചെയ്തു. 2 വർഷം എക്സ്പീരിയൻസ് എടുത്തു, റിസൈൻ ചെയ്തു, പ്രിപ്പയർ ചെയ്തു. ഹായ്, വെൽക്കം ടു വരാന്താരീസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ളത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റ് സെലക്ട് ആയിട്ടുള്ള അരുണിമയാണ്. വെൽക്കം അരുണിമ. താങ്ക് യു. സോ അരുണിമയെ കുറിച്ച് പറയാം. നാട് കൊല്ലമാണ്, വീട്ടിൽ അച്ഛൻ, അമ്മ, ഞാൻ. പിന്നെ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്. ബിടെക് EC ആയിരുന്നു പഠിച്ചത്. പിന്നെ അതുപോലെ 2 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കോർപ്പറേറ്റ് സെക്ടറിലായിരുന്നു. റിസൈൻ ചെയ്തിട്ടാണ് ഈ ഒരു എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം 2 years ആയി ഓൾമോസ്റ്റ്. അപ്പൊ ഈ റിസൾട്ട് കേട്ടപ്പോ, റിസൾട്ട് അറിഞ്ഞപ്പോ എന്തായിരുന്നു ഫസ്റ്റ് റെസ്പോൺസ്? ഹാപ്പിയായി. ഇത്രയും 2 വർഷത്തെ കഷ്ടപ്പാടിനുള്ള റിസൾട്ട് വന്നപ്പം ഓഫ്കോഴ്സ് ഹാപ്പിയായി. വീട്ടുകാരെ പ്രൗഡാക്കി. അവരുടെ മുഖത്ത് വന്ന സന്തോഷം തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഹാപ്പിനെസ്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ബിടെക് ആണെന്നല്ലേ? അപ്പൊ തൊട്ടേ, പണ്ട് തൊട്ടേ ബിടെക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തൊട്ടേ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി കോമ്പറ്റീറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യണം, UPSC, SSC, ബാങ്കിങ്, ഇതെല്ലാം എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു എക്സാം ക്രാക്ക് ചെയ്യണം, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഫസ്റ്റ് ജോബ് ആയിരുന്നു, പ്ലേസ്മെന്റ് ആയിരുന്നു, ക്യാമ്പസ് പ്ലേസ്മെന്റ് ആയിരുന്നു. അപ്പം ജോബ് കിട്ടിയപ്പം അങ്ങനെ കോർപ്പറേറ്റ് സെക്ടറിലോട്ട് മാറി. ബട്ട് അവിടെയും ഞാൻ ജോബ് വൈസ് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അപ്പം ഇത് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് അപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടായി. അപ്പം മാനേജേഴ്സ് ഒക്കെ അത്യാവശ്യം സപ്പോർട്ടായിരുന്നു. അപ്പം ഈ ഒരു ഏജിൽ നമുക്ക് പഠിക്കാൻ പറ്റും, ഭാവിയിൽ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം റിസൈൻ ചെയ്തു. 2 വർഷം എക്സ്പീരിയൻസ് എടുത്തു, റിസൈൻ ചെയ്തു, പ്രിപ്പയർ ചെയ്തു. അപ്പൊ ഈ ബിടെക്കിൽ ഏതായിരുന്നു ബ്രാഞ്ച്? ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ എക്സാം പ്രിപ്പറേഷനിൽ ഹെൽപ്പ് ചെയ്തിരുന്നു? ഇല്ല, ഒരിക്കലും. എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട്, ഇപ്പൊ മാത്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എഞ്ചിനീയറിംഗിന് പഠിച്ചത് എന്തെങ്കിലുമൊക്കെ ഒരു യൂസ് ഉണ്ടാവും, അല്ലാതെ മറ്റേത് പ്യൂർലി ടെക്നിക്കൽ അല്ലേ. അപ്പൊ അങ്ങനെ ഒരു യൂസ് ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോ എന്തായിരുന്നു പ്രിലിംസിൽ എത്ര കട്ട് ഓഫ്? 49.25 ആയിരുന്നു. അതെ. അരുണിമയ്ക്ക് എത്ര? എനിക്ക് 60 സംതിങ് ആയിരുന്നു. ഓക്കെ, മെയിൻസിന് 66 ആയിരുന്നു കട്ട് ഓഫ്. ഓൾമോസ്റ്റ് ഒരു 10 to 12 മാർക്സ് എബവ് ഉണ്ടായിരുന്നു. അപ്പോ എങ്ങനെയായിരുന്നു പ്രിലിംസിന്? എന്തൊക്കെയായിരുന്നു നമുക്ക്? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ്, പിന്നെ ഇംഗ്ലീഷ്. അപ്പോ എങ്ങനെയായിരുന്നു സ്കോർ? ഓർമ്മയുണ്ടോ? റീസണിങ്ങിന് 30 ഉണ്ടായിരുന്നു. 30 ഉണ്ടായിരുന്നു. റീസണിംഗ് ആണ് എന്റെ സ്ട്രോങ് ഏരിയ, റീസണിംഗ് ആണ്. പിന്നെ മാത്സ് മാർക്ക് ഓർമ്മയില്ല. ഇംഗ്ലീഷും ഈ പറഞ്ഞ പോലെ മാർക്കായിട്ട് ഓർമ്മയില്ല. റീസണിംഗ് ഞാൻ 30 ആണ് അറ്റംപ്റ്റ് ചെയ്തത്, അതെനിക്ക് 30 ആണ് കിട്ടിയത്. മെയിൻസിനാണെന്നുണ്ടെങ്കിലും എന്റെ സ്ട്രോങ് ഏരിയ റീസണിംഗ് തന്നെയായിരുന്നു. റീസണിങ്ങിനായിരുന്നു 20 അബവ് കിട്ടിയത്. പിന്നെ ഡിസ്ക്രിപ്റ്റീവിന് അത്യാവശ്യം 20 കിട്ടി. അപ്പം ഇത് രണ്ടും വെച്ചിട്ടാണ് മാർക്ക് കൂടുതൽ കയറിയത്. പിന്നെ ഓക്കെ, അപ്പോ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ സാധാരണ മാത്സ് പഠിക്കുന്ന പോലെ അല്ലല്ലോ. അല്ല. അപ്പോ ഇങ്ങനെ ബാങ്കിങ് എക്സാംസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ടിപ്സ് ആണ് യൂസ് ചെയ്തത്? പേഴ്സണലി അരുണിമ എന്ത് ടിപ്സ് ആണ് യൂസ് ചെയ്തത്? മോക്ക് എഴുതുക, മാക്സിമം നമ്പർ ഓഫ് മോക്സ് അറ്റൻഡ് ചെയ്യുക. അപ്പൊ പ്രിലിംസ് ടൈമിനാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു 2 to 3 മോക്സ് നമ്മൾ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമ്മൾ മോക്ക് എഴുതി തുടങ്ങേണ്ട കാര്യമില്ല. മേ ബി ഒരു 1 to 2 months നമ്മൾ പ്രിപ്പയർ ചെയ്ത് സിലബസ് എല്ലാം കവറപ്പ് ആക്കിയിട്ട് മോക്ക് സ്റ്റാർട്ട് ചെയ്യാണ് ബെറ്റർ. അപ്പൊ ആദ്യം തൊട്ടേ ആദ്യം മോക്ക് ചെയ്യുമ്പോഴും പിന്നീട് അങ്ങോട്ട് മോക്ക് ചെയ്യുമ്പോഴും ഡിഫറൻസ് അറിയാൻ പറ്റും. അറിയാൻ പറ്റും. ഓക്കെ,
സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ക്ലറിക്കൽ എക്സാംസിന്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് 100 ചെയ്ത് തീർക്കാൻ പറ്റിയെന്ന് വരില്ല. മേ ബി ഒരു 70 to 80 ആയിരിക്കും അറ്റംപ്റ്റ് വരിക. അത് ഗ്രാജുവലി അത് കൂടിക്കോളും. റീസണിങ്ങിന് എങ്ങനെയാണ് അരുണിമ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? റീസണിങ് ഞാൻ കൂടുതൽ സെക്ഷണൽ മോക്കാണ് എടുത്തിട്ടുള്ളത്. പിഒ ഇപ്പൊ ക്ലറിക്കൽ എക്സാം ആണെങ്കിൽ പോലും പിഒയുടെ മോക്കായിരിക്കും എടുക്കുക. ക്ലർക്കിന്റെ മോക്ക് ലൈക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പം നമ്മളെപ്പോഴും പിഒയുടെ മോക്ക് ചെയ്യുന്നതാണ് ബെറ്റർ. പിഒയ്ക്കും ക്ലർക്കിനും ബെറ്റർ പിഒയുടെ മോക്ക് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോ ഇംഗ്ലീഷ് യൂഷ്വലി ബാങ്ക് എക്സാമിന് കണ്ടുവരുന്നതാണ്, ഇത്തിരി ടഫ് ആണ്. അപ്പൊ ഈ വൊക്കാബ് ഒക്കെ എങ്ങനെയാണ്? എന്തെങ്കിലും പെർട്ടിക്കുലർ ബുക്ക് റെഫർ ചെയ്തിരുന്നത്? മോക്ക് ടെസ്റ്റ് മാത്രമായിരുന്നു? മോക്ക് ടെസ്റ്റ് റെഫർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഇംഗ്ലീഷ് 2-3 ഓതേഴ്സിന്റെ ബുക്കായിട്ടും റെഫർ ചെയ്തിട്ടുണ്ട്. ഗ്രാമറും കാര്യങ്ങളും SSC കൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. മെയിൻ ഫോക്കസ് SSC ആണ്. അപ്പം അതിലൂടെ ഇംഗ്ലീഷ് സിനോണിയംസിന്റെ ബുക്ക് അവൈലബിൾ ആയിരുന്നു. അപ്പൊ അത് നോക്കുന്നത് എനിക്ക് ബാങ്കിനും യൂസ്ഫുൾ തന്നെയാണ്. അപ്പൊ ഈ ബാങ്കിന്റെ പ്രിലിംസ് കഴിഞ്ഞിട്ട് കുറച്ചൊരു ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ മെയിൻസിന്. അപ്പോ മുന്നേ തന്നെ നോക്കി പോയിരുന്നോ അതോ പ്രിലിംസ് ക്രാക്ക് ചെയ്തിട്ട് ആണോ മെയിൻസിന്റെ പ്രിപ്പറേഷൻ തുടങ്ങി? അല്ല, ഇതിപ്പോ എന്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇതുപോലെ പ്രിലിംസിന്റെ കൂടെ ഞാൻ നോക്കി പോകുന്നുണ്ടായിരുന്നു. ബട്ട് ഇതിപ്പോ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു. സെക്കൻഡ് അറ്റംപ്റ്റ് ആയപ്പോൾ ഞാൻ കൂടുതലായിട്ട് SSCക്കാണ് ഫോക്കസ് കൊടുത്തിരുന്നത്. അപ്പം പ്രിലിംസ് കിട്ടിയിട്ടാണ് ഞാൻ മെയിൻസിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. സെക്കൻഡ് അറ്റംപ്റ്റ് പ്രിലിംസും മെയിൻസും ഒരുമിച്ച് കിട്ടി അതോ ലാസ്റ്റ് ടൈം മെയിൻസ് ക്ലിയർ ചെയ്ത് ഇന്റർവ്യൂവിന് പോയതാണ്. ഫൈനൽ വന്നിട്ടാണ് 1 മാർക്കിന് പോയത്. ആണോ? അപ്പൊ ലാസ്റ്റ് ഇയർ കമ്പയർ ചെയ്ത് ഈ വർഷം കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇംപ്രൂവ് ആയത്? മെയിൻസിന് മാർക്ക് കഴിഞ്ഞ തവണ എനിക്ക് കട്ട് ഓഫിനെ കാട്ടി ജസ്റ്റ് കുറച്ച് മാർക്കേ കൂടുതലുള്ളായിരുന്നു. അപ്പം അതൊരു ഡ്രോബാക്ക് ആണ് ആക്ച്വലി. മെയിൻസിന് നമ്മൾ നല്ല മാർക്ക് സ്കോർ ചെയ്യണം ഈ പറഞ്ഞ പോലെ ക്ലിയർ ആവണം എന്നുണ്ടെങ്കിൽ. കാരണം ഇന്റർവ്യൂവിന് നമുക്ക് ഒരു ആവറേജ് മാർക്ക് ഉണ്ട്, അതിനെക്കാട്ടിയും കൂടുതലായിട്ട് നമുക്ക് ഒരുപാട് സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ മെയിൻസ് സ്കോർ ചെയ്യുന്ന എപ്പോഴും സേഫ് സോണിലാകും. അപ്പൊ നമ്മുടെ മെയിൻസിലോട്ട് വരുമ്പോ പ്രിലിംസിന് നമുക്ക് എന്തോ ക്വാണ്ടും റീസണിങ്ങും ഇംഗ്ലീഷും മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മള് മെയിൻസിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ജനറൽ അവയർനെസ് വരുന്നുണ്ട്. അപ്പൊ അതിന് ഒരു പേഴ്സണൽ സ്ട്രാറ്റജി കാണുമായിരിക്കും. അതെങ്ങനെയാണ്? അത് കൂടുതലായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന ഫ്രണ്ട്സ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു. ഈ പറഞ്ഞ പോലെ PDF റെഫർ ചെയ്യുമായിരുന്നു, ന്യൂസ് പേപ്പർ വായിക്കുക, ഡെയിലി വായിക്കുക, എഴുതി വെക്കുക, പോയിന്റ്സ് എഴുതി വെക്കുക, റിവൈസ് ചെയ്യുക. ഈ ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതാണോ ബെറ്റർ അതോ മന്ത്ലി ഓർ വീക്ക്ലി? ഒരിക്കലില്ല, ഡെയിലി പഠിക്കുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. കാരണം നമ്മൾ വീക്ക്ലി പഠിക്കുന്നതും ഡെയിലി ഇപ്പൊ ഈ പറഞ്ഞ പോലെ മേ ബി 100 പേജ് PDF ആയിരിക്കും, വീക്ക്ലി അത്രയും പേജ് PDF ആയിരിക്കും. അപ്പം 7 ദിവസത്തെ നമ്മൾ അത്രയും പഠിച്ചാൽ പോരാ. നമ്മൾ ഡെയിലി പഠിച്ചു പോകുന്നതാണ്. വീക്ക്ലി പഠിച്ചാലും അത്രയും ആക്യുറേറ്റ് ആയിട്ട് പഠിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. ബട്ട് ഡെയിലി ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, ഡെയിലി പഠിച്ചു പോകുന്നതാണ്. റിവിഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? റിവിഷൻ കൂടുതൽ നമ്മളിപ്പം മന്ത്ലി നോക്കുക, ജസ്റ്റ് പഠിച്ചത് കംപ്ലീറ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവുക. മന്ത്ലി റിവിഷൻ ആണോ ഏതാ ബെറ്റർ? മന്ത്ലി അത് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ എനിക്ക് GK കുറച്ച് ബൈ ഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കൂട്ടത്തില്ല. അപ്പൊ ഞാൻ വീക്ക്ലി പഠിച്ചു കഴിഞ്ഞാലും ഒരു കൺസിസ്റ്റൻസി കുറച്ച് ബുദ്ധിമുട്ടാണ്. മന്ത്ലി ഒന്ന് റിവൈസ് ചെയ്ത് പോവാണ്. ഇപ്പൊ എക്സാം ടൈം അടുക്കുമ്പോഴത്തേക്ക് ഒന്ന് റിവൈസ് ചെയ്യുക, അതാണ് ഞാൻ കൂടുതലായിട്ട്. ഓക്കെ. അപ്പൊ ബാക്കിയുള്ള സബ്ജക്ട്സ്, ബാക്കിയുള്ള സെക്ഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു റിവിഷൻ? റീസണിങ് അങ്ങനെ റിവിഷന്റെ ആവശ്യം വന്നിട്ടില്ല, കുഴപ്പമില്ലാത്തൊരു ടോപ്പിക്കാണ്. പിന്നെ മാത്സ് നമ്മൾ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക മാത്രമാണ്, അല്ലാതെ ചെയ്തത് വീണ്ടും റിവൈസ് ചെയ്തോണ്ടിരിക്കുക. പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ചെയ്യുക, പുതിയ മെത്തേഡ്സ് കണ്ടുപിടിക്കുക, സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അതെ. അപ്പൊ ലാസ്റ്റ് ഇയർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞു, 1 മാർക്കിനാണ് പോയത്. അപ്പൊ ലാസ്റ്റ് ഇയർ ഇന്റർവ്യൂ കമ്പയർ ചെയ്തിട്ട് ഈ ഇയർ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ എങ്ങനെയാ കോൺഫിഡൻസ് ബിൽഡ് ആയോ? ഓഫ്കോഴ്സ് നല്ല ഒരു എക്സ്പീരിയൻസ് ആയപ്പോ. കഴിഞ്ഞ തവണ കുറച്ചുകൂടെ ടെൻസ്ഡ് ആയിരുന്നു, ഫസ്റ്റ് ഇന്റർവ്യൂ അല്ലേ, അപ്പം ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. പോയിരിക്കുമ്പോഴത്തേക്ക് ഇന്റർവ്യൂ പാനലിൽ കയറി കഴിഞ്ഞപ്പം കുറേം കൂടി കൂളായിരുന്നു. ബട്ട് അത് കമ്പയർ ചെയ്യുമ്പോൾ അന്ന് പോയ ആ ഒരു പ്രിപ്പറേഷൻ ലെവൽ വെച്ച് നോക്കിക്കഴിഞ്ഞ ഇത്തവണ കുറേം കൂടി കോൺഫിഡന്റ് ആയിട്ടാണ് പോയത്. കാരണം അന്ന് പ്രിപ്പയർ ചെയ്ത നോട്ട്സും കാര്യങ്ങളും എങ്ങനെ പഠിക്കണം ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഇത്തവണ പോയപ്പോഴത്തേക്കും. അപ്പം ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പറയാനും പറ്റി. ബട്ട് ഓൾമോസ്റ്റ് സെയിം മാർക്ക് തന്നെയാണ് ഇന്റർവ്യൂവിന് കഴിഞ്ഞ തവണയും ഇത്തവണ കിട്ടിയിരിക്കുന്നത്. കുറച്ചുകൂടി കോൺഫിഡന്റ് ആയിട്ടാണ് ഇത്തവണ ഇന്റർവ്യൂ കൊടുത്തത്. അപ്പൊ അരുണിമ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തല്ലോ, അപ്പൊ എന്തെങ്കിലും സ്ട്രൈക്കിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇപ്പം ഷെയർ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് അവര് കേറുമ്പോ തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മള് വീട്ടുകാരെ പറ്റി പറയുമ്പം എന്നോട് ഫസ്റ്റ് ചോദിച്ചപ്പോ അച്ഛൻ ഹോമിയോ ഡോക്ടറാണ്. മെഡിക്കൽ സയൻസിന്റെ അടിയിലുള്ള കാറ്റഗറീസ്, അതായത് അലോപ്പതി, ഹോമിയോ, ആയുർവേദം ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് എന്നോട് പറഞ്ഞത്. ഹോമിയോ എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ മെഡിസിന്റെ കോൺസെൻട്രേഷൻ, എങ്ങനെയാണ് അത് കൊടുക്കുന്നത്, കാര്യങ്ങളും എല്ലാത്തിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പോയി. ഏതോ ഒരു WHO ഒരു ഹോമിയോ ഡോക്ടറിന് ഒരു അവാർഡ് കൊടുത്ത് അതിനെപ്പറ്റി ഡീപ്പായിട്ട് പോയി. അപ്പം
അമ്മയുടെ പറഞ്ഞപ്പം ആ പ്രൊഫഷൻ അമ്മ പോസ്റ്റലിലാണ്, അപ്പം അതിനെ പറ്റി അതിന്റെ മിനിസ്റ്റർ ആരാണ് അങ്ങനെയുള്ള ഡീപ്പായിട്ട് പോയി. അപ്പൊ നമ്മള് എന്തും പറയാൻ റെഡി ആയിരിക്കണം. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ജോബ് അല്ലേ, സെൻട്രൽ ഗവൺമെന്റിലോട്ട് കയറിയപ്പോ അവര് ആർമിയുടെ ഇപ്പം ഉപേന്ദ്ര ദ്വിവേദി ഓരോന്നിനെ പറ്റി, ആർമി നേവൽ സ്റ്റാഫിന്റെ ഹെഡ് എല്ലാം ഡീപ്പായിട്ട് അവര് ആ ഒരു ഫീൽഡിൽ നിന്ന് കയറിപ്പോയി, അങ്ങനെ അങ്ങ് അകത്തോട്ട് പോയി. പിന്നെ അതുപോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചോദിച്ചു, ഡീപ്പായിട്ട് ചോദിച്ചു, എഞ്ചിനീയറിംഗിനെ പറ്റി ചോദിച്ചു, ഇലക്ട്രോണിക്സിനെ പറ്റി ചോദിച്ചു. പിന്നെ ബാക്കി കംപ്ലീറ്റ്ലി ബാങ്കിങ് ആയിരുന്നു. ബാങ്കിങ്ങിനെ പറ്റി ബാങ്കിങ് മാത്രം പഠിച്ചാൽ പോരാ, എവിടുന്ന് വേണമെങ്കിലും വരാം. 2 ഇന്റർവ്യൂ അങ്ങനെ തന്നെ ആയിരുന്നു. കഴിഞ്ഞ തവണ ഭാരത് രത്ന കിട്ടിയ റെസിപ്പിയൻസ് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, മരിച്ച ആള് മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വർഷം എല്ലാം എന്തും ചോദിക്കാവുന്ന രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ട് വേണം ഇന്റർവ്യൂവിന് പോവാനായിട്ട്. ഓക്കെ, അപ്പോ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ തന്നെ എങ്ങനെ ഫീൽ ഗുഡ് അങ്ങനെയായിരുന്നോ അതോ കിട്ടുന്ന അപ്പൊ തന്നെ ഉറപ്പായിരുന്നു? കഴിഞ്ഞ തവണ എനിക്ക് ആ ഒരു ഉറപ്പില്ലായിരുന്നു, കാരണം ഞാൻ അത്രയും നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് ഇത്തവണ ഒരു കോൺഫിഡന്റ് ആയിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത്. ഉണ്ടായിരുന്നു, ബട്ട് അകത്ത് കയറിയപ്പോ എനിക്കത് മാറി. ബട്ട് അത്രയും ലൈക് ക്വസ്റ്റ്യൻ ഡയറക്ട്ലി ചോദിക്കുന്നതും ഇത്തവണ കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആയിരുന്നു. ചോദിച്ചത് കൂടുതൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് ആണ് ചോദിച്ചത്. അപ്പം ലാസ്റ്റ് ഇറങ്ങാൻ നേരം അവര് പറഞ്ഞ പോലെ ഞാൻ പറയാണ്ടിരുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ അവരായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു, ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. ഇതെല്ലാം ഇന്റർവ്യൂ തീർന്നപ്പോ അവർ ഇങ്ങോട്ട് എന്നോട് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇന്റർവ്യൂ ഏത് ലാംഗ്വേജിൽ? ഇംഗ്ലീഷിലായിരിക്കും. അല്ല, ഇംഗ്ലീഷ് തന്നെയാണ്. ഓക്കെ, പിന്നെ ഡൗറി, വിമൺ എംപവർമെന്റ് എല്ലാത്തിനെയും പറ്റി, നമ്മൾക്ക് ജനറൽ ഇഷ്യൂസിനെ പറ്റിയിട്ടുള്ള അവയർനെസ്, നമ്മൾ ഇപ്പം പ്രസന്റ്ലി നടക്കുന്ന കറണ്ട് അഫയേഴ്സും കാര്യങ്ങളും, എന്തെങ്കിലും ന്യൂസിനെ പറ്റി ചോദിക്കാം ഡീപ്പായിട്ട്. ഇപ്പൊ കുംഭമേള നടന്നു, അതിനെ പറ്റി ഡീപ്പായിട്ട് ചോദിച്ചു. ഓക്കെ, അപ്പൊ അരുണിമ ജോബ് ഇപ്പം രാജിവെച്ചത് 2023-ലാണ്. അപ്പൊ ആരെങ്കിലും പറഞ്ഞോ നീ ഇനി ജോലി രാജിവെക്കരുത്? എല്ലാരും പറഞ്ഞു. ഓൾമോസ്റ്റ് എനിക്ക് നെഗറ്റീവ്സ് ആണ് കൂടുതൽ. ഈവൻ ടീച്ചേഴ്സിൽ നിന്നാണെങ്കിൽ പോലും അതൊരു റിസ്ക് ആണ്, കോമ്പറ്റീറ്റീവ് എക്സാം ആണ്, അത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം റിസൈൻ ചെയ്യാൻ, റീതിങ്ക് ചെയ്യണം. അവിടെയും എല്ലാം സപ്പോർട്ടായിട്ട് നിന്നത് അച്ഛനും അമ്മയും തന്നെയാണ്. ഈവൻ ഫ്രണ്ട്സ്, ഒരു ബാക്ക് ബോൺ തന്നെ. അതെ, അച്ഛനും അമ്മയും തന്നെയാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. അച്ഛനും അമ്മയായിരുന്നു ഈ ഒരു ഫേസിൽ. ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ഇത് കാണിക്കുന്നത് വലിയൊരു റിസ്ക് ആണ് എടുക്കുന്നത്. റിലേറ്റീവ്സിൽ നിന്നാണെങ്കിലും ജോലി കളയുന്നു എന്ന് കേട്ടപ്പം അവർക്കെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഈ ഒരു സെക്ടറിലോട്ട് ഇറങ്ങുന്നു എന്നുള്ളത്. അപ്പൊ കൂടെ നിന്നുകൊണ്ട് പഠിച്ചുകൂടെ എന്നാണ് കൂടുതലായിട്ട് കേട്ട ചോദ്യം. ബട്ട് അത് എനിക്ക് എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്, കാരണം വർക്കും സ്റ്റഡീസും കൂടെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ഒരു 2 വർഷത്തെ ഈ ടൈമില് ഇപ്പൊ നമ്മള് എല്ലാ യൂത്തും നേരിടുന്ന ക്വസ്റ്റ്യൻ ആണല്ലോ, ജോലിയൊന്നും ആയില്ലേ മോളെ, അല്ലെങ്കിൽ ജോലിയൊന്നും ആയില്ലേ മോനെ, കിറ്റ് ചെയ്തിട്ട് ഇപ്പൊ എന്തായി എന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ജോലി ഉണ്ടായിരുന്നല്ലേ, അപ്പം അത് വിടണം എന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് എനിക്ക് ഇതിനോടൊരു പാഷൻ ഉണ്ടായിട്ടല്ലേ. അപ്പം അത് പറഞ്ഞ ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്റെ ഒരു ഇൻട്രസ്റ്റ്, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഇതുപോലെ എനിക്കൊരു ഓഫീസർ ആകണം, ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എത്ര വന്നാലും ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് എന്നെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ്. അല്ല എവിടെ വർക്ക് ചെയ്യുന്നുള്ളതിനെക്കാട്ടി എനിക്ക് ആ പ്രിപ്പയർ ചെയ്ത് എനിക്കൊരു എക്സാം ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു ഇന്നർ വിഷ് കിടപ്പുണ്ടായിരുന്നു എപ്പോഴും. അപ്പൊ അരുണിമയുടെ ഒരു സ്റ്റഡി ഷെഡ്യൂൾ കാണുമല്ലോ, അതൊന്ന് ഷെയർ ചെയ്യാം. ആദ്യം ഞാൻ 2023 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ കോച്ചിങ് അക്കാഡമിയിൽ തന്നെ ആയിരുന്നു. അപ്പം ലാബ് യൂസ് ചെയ്യുമായിരുന്നു. വൈകിട്ട് വരെ ക്ലാസ് കാണും. മോർണിംഗ് ഒരു 7 or 8 ആകുമ്പോഴത്തേക്ക് റേസിലോട്ട് വരും. അവിടെ നിന്ന് പ്രിപ്പയർ ചെയ്ത് ഓൾമോസ്റ്റ് 10:30 ആകുമ്പോഴാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈകിട്ട് വരെ ക്ലാസ് കാണും. അത് കഴിഞ്ഞ് ഫ്രണ്ട്സ് ഒരു കമ്പൈൻ ഗ്രൂപ്പ് ഉണ്ട്, നമ്മളിരുന്ന് പ്രിപ്പയർ ചെയ്ത് ഒരു 9 to 10 ആകുമ്പോഴത്തേക്ക് റേസ് അടയ്ക്കും. അപ്പോഴത്തേക്കും ഞാൻ ഹോസ്റ്റലിലോട്ട് മാറുമായിരുന്നു. ഇവിടെ ട്രിവാൻഡ്രം തന്നെയാണ് നിന്നത്. പിന്നെ ഒരു 3-4 months അടുപ്പിച്ച് ഹോസ്റ്റലിൽ നിന്ന് പ്രിപ്പയർ ചെയ്തു. ഹോസ്റ്റലിലും റേസിലുമായിട്ട് ഇതുപോലെ നിന്ന് പ്രിപ്പയർ ചെയ്തു. പിന്നെ വീട്ടിലേക്ക് മാറി. അപ്പൊ രാവിലെ വന്നിട്ട് രാത്രി വരെ ഉണ്ടായിരിക്കും. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു റേസിലെ എക്സ്പീരിയൻസ്? എന്റെ ഏറ്റവും വലിയ കാറ്റലിസ്റ്റ് ആയിരുന്നു ബാങ്ക് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട്. അത് പ്രിലിംസ് ആയിക്കോട്ടെ മെയിൻസ് ആയിക്കോട്ടെ മെറ്റീരിയൽസ് അയച്ചു തരും. പ്രിലിംസ് കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ അറിയിക്കുമ്പോൾ റേസിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് പറയുമ്പോൾ നമുക്ക് മെയിൻസിന് പ്രിപ്പയർ ചെയ്യാനുള്ള കറണ്ട് അഫയേഴ്സിന്റെയും ബാങ്കിങ്ങിന്റെ ഒക്കെ മെറ്റീരിയൽസ് PDF ആയിട്ട് മെയിൽ ചെയ്ത് തരുമായിരുന്നു. ഈവൻ ഇഫ് ഞാൻ വീട്ടിലാണെങ്കിൽ പോലും. ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ മെറ്റീരിയൽസ് അവിടെ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ലൈബ്രറി ഉണ്ട്, അല്ലാതെ വർക്ക്ഔട്ട് ചെയ്യാനുള്ള റൂംസ് ഉണ്ട്, ലാബ് ഫെസിലിറ്റി ഉണ്ട്. അപ്പൊ എല്ലാം എന്റെ മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഉള്ള ഫെസിലിറ്റീസ് എല്ലാം അത്രയധികം. പിന്നെ മെന്റേഴ്സിന്റെ സപ്പോർട്ട് എപ്പോഴും കാണും. അപ്പം വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞതെല്ലാം മാറി നമ്മൾ എലോൺ ആയിട്ടിരുന്നൊരു
പഠിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ പോലും നമുക്ക് ഈ പറഞ്ഞ ഒരു സപ്പോർട്ട് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്റർവ്യൂവിന്റെ ടൈമിനാണെന്നുണ്ടെങ്കിൽ മോക്ക് ഇന്റർവ്യൂ എടുക്കുന്നുണ്ടായിരുന്നു. അതും നമ്മളെ കോൺടാക്ട് ചെയ്ത് ഇതെല്ലാം പറഞ്ഞു നമ്മുടെ സൗകര്യം നോക്കിയിട്ട് അവര് എല്ലാം മോക്ക് ഇന്റർവ്യൂ എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതും റെപ്യൂട്ടഡ് ആയിട്ടുള്ള പൊസിഷനിലുള്ള ആൾക്കാരെ വെച്ചിട്ടായിരുന്നു മോക്ക് ഇന്റർവ്യൂ കിട്ടിയത്. കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നു, ഇത്തവണയും ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് ക്ലാസ് റൂം അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് പഠിക്കുമ്പോഴത്തേക്ക് ഡയറക്ട്ലി ടീച്ചേഴ്സിന്റെ ഒരു കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് വരുന്ന ഫ്ലോസ് എല്ലാം അറിയാൻ പറ്റും, ഫ്രണ്ട്സിനോട് ഡൗട്ട് ചോദിക്കാൻ പറ്റും. അപ്പം ഇതെല്ലാം ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി വീട്ടിലോട്ട് മാറിയത്, സെൽഫ് സ്റ്റഡി ആക്കാം എന്നുള്ളൊരു രീതിക്ക്. ഹോസ്റ്റലിൽ കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ട്സ് എല്ലാം ഹോസ്റ്റലിൽ നിന്നവരെല്ലാം ഡേ സ്കോളേഴ്സ് ആരും വരാണ്ടായി. അപ്പം നമുക്ക് ആ ഒരു പഠിച്ചുകൊണ്ടിരുന്ന സ്റ്റഡി ഗ്രൂപ്പും കാര്യങ്ങളും ഇല്ല. പിന്നെ സെൽഫ് സ്റ്റഡി ആണ് കൂടുതലായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് വീട്ടിലോട്ട് മാറിയത്. സ്റ്റിൽ റേസുമായിട്ട് കോൺടാക്ട് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ പ്രിലിംസ് കിട്ടുമ്പോൾ അറിയിക്കും, അപ്പൊ അവർ മെയിൻസിനുള്ള ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. അപ്പോ അത് കഴിഞ്ഞിട്ട് ഫാക്കൽറ്റീസും നമ്മുടെ മെന്റേഴ്സും ആയിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു? രജൻ സാറുമായിട്ട് കോൺടാക്ട് ഉണ്ട്. രജൻ സാർ ആയിരുന്നു മാത്സ് പഠിപ്പിച്ചിരുന്നത്. ലൈക്ക് എന്റെ മാത്സ് ഞാൻ വന്ന ഇടയ്ക്ക് ഈ വർക്ക് ചെയ്തിട്ടും കൂടി വന്നതുകൊണ്ട് എനിക്ക് നല്ലതായിട്ട് ടച്ച് വിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത് സാറ് കാരണമാണ് ആക്ച്വലി ഞാൻ ആ ഒരു പാത്തിലോട്ട് തിരിച്ചു വന്നത്. അത്രയും നല്ലൊരു ക്ലാസ് ആണ് സാറിന്റെ മാത്സ്. ലൈക്ക് എന്റെ കണ്ണിൽ റേസിലെ ബെസ്റ്റ് ഫാക്കൽറ്റിയാണ് രജൻ സാർ. അപ്പം സാറുമായിട്ട് ജസ്റ്റ് കോണ്ടാക്ട് ഇൻ ദ സെൻസ് അങ്ങനെയില്ല, ബട്ട് വേറെ ആരുമായിട്ട് അങ്ങനെ ഒരു ടച്ച് ഇല്ലായിരുന്നു. ഫ്രണ്ട്സ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാം പലരും ജോലി കിട്ടിപ്പോയി, കോണ്ടാക്ട് പോയി, ഫുള്ളി തന്നെ ഇരുന്നുള്ളൊരു പഠിത്തമായിരുന്നു. പിന്നെ അങ്ങോട്ട് റേസിലുള്ള സർക്കിൾ സെഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ബേസിക് സർക്കിൾ. അപ്പം അതില് എങ്ങനെയാണ് ഫ്രണ്ട്സിനെ കിട്ടിയോ, അല്ലെങ്കിൽ എങ്ങനെ അത് ആ ഒരു സ്റ്റഡി ഗ്രൂപ്പ് എങ്ങനെ സ്റ്റഡീസിനെ ഹെൽപ്പ് ചെയ്താരാണ് മാഡം? എനിക്ക് മെയിൻലി സ്റ്റഡി ഗ്രൂപ്പ് യൂസ്ഫുൾ ആയത് കറണ്ട് അഫയേഴ്സിന്റെ സെക്ഷനിലാണ്. കാരണം ശ്രുതി മിസ് ആയിരുന്നു എന്റെ മെന്റർ. അപ്പം മിസ് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഗ്രൂപ്പിൽ ഇട്ട് വരും, അടുത്ത ദിവസം അത് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം നമ്മളത് വന്നിരുന്നിട്ട് ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ അതിരുന്ന് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ള റീസൺ കാരണം ആദ്യമൊക്കെ ഒന്ന് ഉഴപ്പുമായിരുന്നു, ബട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ബേസിക്കലി എല്ലാവർക്കും മടിയുള്ള ഒരു കാര്യമാണ് മാത്സ് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം മിസ് ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പം നമ്മൾ റെഗുലർ ആയിട്ട് പഠിച്ചു പോകുമായിരുന്നു. അതാണ് എനിക്ക് ബേസിക് സർക്കിളിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു യൂസ് അത് തന്നെയാണ്. കറണ്ട് അഫയേഴ്സ് ഡെയിലി പഠിക്കുമായിരുന്നു. പിന്നെ അതുപോലെ ഡൗട്ട് വരുന്നത് തമ്മിൽ ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്യാൻ മെന്റേഴ്സ് ഉണ്ട് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാൻ. അതെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ മോർണിംഗ് ടു നൈറ്റ് വരെ സ്റ്റഡി ചെയ്യും, അല്ലെങ്കിൽ പഠിക്കും, അല്ലെങ്കിൽ ആ ഒരു ടൈം ടേബിൾ മെയിൻറ്റെയിൻ ചെയ്ത് പഠിക്കും. അപ്പൊ ആ സമയത്ത് വേറെ എന്തെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയുന്ന സംഭവം തോന്നിയിട്ടുണ്ടോ? അങ്ങനെയില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഒക്കെ എല്ലാം കളഞ്ഞു, ഈ പറഞ്ഞ ഫാമിലി ഗാദറിങ്സ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് കംപ്ലീറ്റ്ലി ഓൺ ടു സ്റ്റഡീസ് ആയി മാറിയിരുന്നു. ആദ്യത്തെ ഒരു 1 ഇയർ കംപ്ലീറ്റ്ലി പഠിത്തം എന്നുള്ള രീതിയിലാണ് നിന്നത്. പിന്നെ ഒരു ട്രാക്കിലായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. ലൈക്ക് ആദ്യത്തെ ഒരു വർഷം ഞാൻ ഓൾമോസ്റ്റ് 13 to 14 hours ആയിരുന്നു പ്രിപ്പയർ ചെയ്തോണ്ടിരുന്നത് ഡെയിലി. പിന്നെ അത് കുറഞ്ഞൊരു 10 to 12 ആയിട്ട് മാറി. കാരണം ആ ട്രാക്കിലായി കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇത് ടാക്കിൾ ചെയ്ത് എടുക്കേണ്ടതെന്നൊരു ഐഡിയ കിട്ടിയാൽ പിന്നെ ആ ഒരു ഫ്ലോയിൽ നമ്മളങ്ങ് പൊക്കോളും. സോഷ്യൽ മീഡിയ നമ്മളിപ്പോ പഠിക്കുന്ന സമയത്ത്, ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല, കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. കംപ്ലീറ്റ്ലി ഏലിനേറ്റഡ് ആയിട്ട് ഫ്രണ്ട്സിനോടൊന്നും മിണ്ടാണ്ട് അങ്ങനെ ഇരുന്ന് പഠിക്കുന്ന അത് ലൈക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരിക്കും. ഒന്നാമത് കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, ഇത്ര സ്ട്രെസ്ഫുൾ ആണ്. ആരുമായിട്ട് കോണ്ടാക്ട് ഇല്ലാണ്ടിരുന്ന് പഠിക്കാന്ന് പറഞ്ഞാൽ അത് പലർക്കും പറ്റുമായിരിക്കും, ബട്ട് ഞാനൊരിക്കലും അങ്ങനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം എന്ന് പറയില്ല. ബട്ട് അതിലോട്ട് അഡിക്റ്റഡ് ആയി പോകരുത്. ലിമിറ്റ് വെക്കണം, ഡെയിലി ലിമിറ്റ് വെക്കുക. 1/2 hour 1 hour അതിലോട്ട് പോകാവൂ എന്നൊരു ലിമിറ്റ് വെക്കുക. ബാക്കി പഠിത്തത്തിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. കൂടുതൽ സമയം സോഷ്യൽ മീഡിയ ആയിട്ട് നിൽക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ അരുണിമ പറഞ്ഞത് അരുണിമയുടെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ് അതെ IBPS. അപ്പം ബാങ്ക് എക്സാംസ് മാത്രമേ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ, അതോ വേറെ എക്സാംസ് നോക്കുന്നുണ്ടായിരുന്നു? അല്ല, ഞാൻ മെയിൻ ഫോക്കസ് SSC CGL ആയിരുന്നു. അത് ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്തില്ല. സെക്കൻഡ് അറ്റംപ്റ്റ് ഈ ഇയറിലെ ആയിരുന്നു. അതും Tier 1 കയറി. Tier 2 പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഈ IBPS PO പ്രിലിംസും വരുന്നത്. അപ്പൊ രണ്ടും മെയിൻസ് സെയിം ടൈമിനാണ് മാനേജ് ചെയ്തത്, സെയിം ടൈമിലായിരുന്നു പ്രിപ്പയർ ചെയ്തത്. അപ്പം ഓഫ്കോഴ്സ് Tier 2 പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് രണ്ടിനും യൂസ്ഫുൾ ആണ്. മാത്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷും മാത്സും റീസണിങ് മാത്രമേ ഉള്ളൂ ഡിഫറൻസ് വരുന്നത്. പിന്നെ വരുന്നത് GK, SSCയുടെ GK പഠിക്കുന്ന കറണ്ട് അഫയേഴ്സ് രണ്ടിടത്തും ആവശ്യമുള്ളതാണ്. പിന്നെ SSCയുടെ അത്രയും വാസ്റ്റ് ആയിട്ട് GK ബാങ്കിന് ആവശ്യമില്ല. മോർ ഓൺ ടു കറണ്ട് അഫയേഴ്സ് ആയിരിക്കും ബാങ്കിന് വരുമ്പോഴത്തേക്ക്. ബട്ട് അത് പ്രിപ്പയർ ചെയ്യുന്നത് എനിക്ക് ബാങ്കിന് യൂസ്ഫുൾ ആയതേ ഉള്ളൂ. SSC ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് അതാണ്. ബട്ട് ആ Tier 2 പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് ബാങ്കിനും യൂസ്ഫുൾ ആയിട്ട് വരുന്ന രീതിക്കാണ്.
സൈമൾട്ടേനിയസ്ലി നോക്കി, ഒരെണ്ണം വിട്ട് കളയാൻ തോന്നിയില്ല. അപ്പോ SSC ആയിരുന്നു മെയിൻ ഫോക്കസ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ബാങ്ക് ടെസ്റ്റും ഈ 24-ലാകെ ഈ 2 ആണ് ഞാൻ എക്സാം അപ്പിയർ ചെയ്തത്. SSC CGL IBPS PO ആണ് ആകെ അറ്റംപ്റ്റ് ചെയ്തത്. അപ്പൊ അതിലുള്ള ക്വാണ്ടും റീസണിങ്ങും അല്ലെങ്കിൽ SSCയുടെ ക്വാണ്ട് റീസണിങ് അല്ലെങ്കിൽ ബാങ്കിന്റെ ക്വാണ്ട് അത് തമ്മിൽ എന്തൊക്കെ ഡിഫറൻസ്? SSCയുടെ അത് സിലബസ് കുറച്ചുകൂടി വാസ്റ്റ് ആണ് ബാങ്ക് കമ്പയർ ചെയ്യുമ്പോൾ. ബാങ്കിന്റെ അകത്താണെങ്കിൽ ഡിഫിക്കൽട്ടി ലെവൽ കുറച്ചുകൂടെ കൂടുതലാണ്. ബട്ട് രണ്ടും കൂടി മാനേജ് ചെയ്ത് പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കംപ്ലീറ്റ്ലി ഒന്നിലോട്ട് ഫോക്കസ് ചെയ്യുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് രണ്ടും കൂടെ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ റീസണിങ്ങിൽ വരുമ്പോഴത്തേക്ക് ബാങ്ക് കുറച്ചുകൂടെ അപ്പർ ഹാൻഡ് ആണ്, റീസണിങ് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. പിന്നെ മാത്സ് വരുമ്പോഴത്തേക്ക് എനിക്ക് പേഴ്സണലി SSCയുടെ ആണ് മാത്സ് കുറച്ചുകൂടി, കാരണം ഇത്രയും വാസ്റ്റ് ആണ്, സിലബസ് നല്ല വാസ്റ്റ് ആണ്, കുറച്ചുകൂടി പഠിച്ചെടുക്കാൻ ടൈം എടുക്കും. ഓൾമോസ്റ്റ് ഇരട്ടി സിലബസ് ഉണ്ടെന്ന് പറയാം SSCയിലോട്ട് വരുമ്പം. ബട്ട് ബാങ്കിനാണെന്നുണ്ടെങ്കിൽ ഡെപ്ത് ആണ് കൂടുതൽ, ഡിഫിക്കൽട്ടി ലെവൽ കുറച്ച് നമ്മൾ നന്നായിട്ട് ട്രൈ ചെയ്യണം. ഇപ്പൊ ഇവിടെ ട്രേസിൽ എക്സ്ട്രീം സർക്കിൾ ഉണ്ടായിരുന്നു. എക്സ്ട്രീം സർക്കിൾ ഇരിക്കുമ്പോൾ അവർ മെയിൻസിൻ്റെതായിരിക്കും കൂടുതൽ നമുക്ക് ചെയ്യിപ്പിക്കുന്നത്, വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കുന്ന എല്ലാം മെയിൻസ് ലെവലാണ്. പിന്നെ SSCയുടെ ആണെന്നുണ്ടെങ്കിൽ ഫോക്കസ് ബാച്ച് ഉണ്ട്, റേസിൽ തന്നെ ഫോക്കസ് ബാച്ച് ഉണ്ടായിരുന്നു, അതിനും ഞാൻ കയറിയിട്ടുണ്ട്. അപ്പൊ അത് CGLന്റെ മെയിൻസ് ലെവലായിരിക്കും ചെയ്യുന്ന എല്ലാം, കുറച്ച് അഡ്വാൻസ്ഡ് ആയിരിക്കും. മെയിൻസിനെ കാട്ടി ഇച്ചിരി കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഈ പറഞ്ഞ എക്സ്ട്രീമും ഫോക്കസ് ബാച്ചും പോകുന്നത്. അപ്പൊ അതൊക്കെ യൂസ്ഫുൾ ഉണ്ടായിട്ടേ ഉള്ളൂ, നല്ലോണം യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ പ്രിപ്പറേഷൻ ടൈമിൽ 2 ഇയർ പ്രിപ്പറേഷൻ ടൈമിൽ അരുണിമയ്ക്ക് എപ്പോഴെങ്കിലും ഡ്രോപ്പ് ചെയ്യണം, ഇത് വിട്ടു പോകണം, എനിക്കിത് പറ്റുന്നില്ല അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ല. ഭയങ്കര മോട്ടിവേറ്റഡ്. സെൽഫ് മോട്ടിവേഷൻ കുറച്ച് കൂടുതലായിരുന്നു. കാരണം ഞാനായിട്ട് ഒരു ജോലി കളഞ്ഞ് ഇതിന് വേണ്ടി ഇറങ്ങിയിട്ട് നമ്മൾ ഒരിക്കലും ബാക്ക് ഓഫ് ആവരുത്. നമ്മൾ തീരുമാനിച്ചതായിരിക്കണം. എഴുതിയെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വന്നാലും ശരി, നമ്മൾ അത് വിട്ടു പോവരുത്. പറ്റും എന്നുള്ള മൈൻഡിൽ തന്നെ നിൽക്കണം. പറ്റത്തില്ല എന്നൊരു മൈൻഡ് ഇടയ്ക്ക് വന്നു പോയാൽ പിന്നെ നമ്മൾ ഡൗൺ ആകും, പിന്നെ നമ്മൾ പഠിക്കില്ല. പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ആദ്യം മാറ്റുക. പറ്റും എന്നുള്ള, നമ്മൾ എഴുതിയെടുക്കും എന്നുള്ളൊരു മൈൻഡിൽ വേണം എപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അപ്പിയർ ചെയ്യാനായിട്ട്. അല്ലാതെ പറ്റുമോ എന്നുള്ളൊരു ഡ്യുവൽ മൈൻഡ് നമുക്ക് പാടില്ല. എഴുതിയെടുത്തേ പറ്റും. ഈവൻ ഇഫ് 1 വേക്കൻസി ആണ്, ആ 1 വേക്കൻസി നമുക്കുള്ളതാണ്. നമ്മൾ എത്ര ലക്ഷം പേര് എഴുതുന്നു എന്നുള്ളത് നോക്കിയിട്ട് കാര്യമില്ല. ഒരു വേക്കൻസി ഉള്ള ആ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് പഠിക്കുക. അപ്പൊ അത് തന്നെയാണോ ഫ്യൂച്ചർ ആസ്പിറൻസിന് അരുണിമയ്ക്ക് കൊടുക്കാനുള്ളത്? അത് തന്നെയാണ്. കാരണം നമ്മൾ വേക്കൻസി പറയുന്ന കോമ്പറ്റീഷൻ ലെവലും ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് പ്രിപ്പയർ ചെയ്യാം. നമ്മുടെ പാത്ത് ഇതാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സെക്ടറിലോട്ട് ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ. പാഷൻ ഫോളോ ചെയ്യുക. ഇതല്ല ആർക്കോ വേണ്ടിയിട്ട് പഠിക്കാൻ നിൽക്കരുത്. നമുക്കത് എഴുതിയെടുക്കണം എന്നൊരു എയിം ഉണ്ടെങ്കിൽ മാത്രമേ കോമ്പറ്റേറ്റീവ് എക്സാമിലോട്ട് കാലെടുത്ത് വെക്കാവൂ. കാരണം സ്ട്രെസ്ഫുൾ ആണ്, നല്ല രീതിക്ക് സ്ട്രെസ്ഫുൾ ആണ്. ഇപ്പം വർഷം പറഞ്ഞ പോലെ 2 വർഷത്തിനുള്ളിൽ കിട്ടണം എന്നില്ല. മേ ബി 1 ഇയറിനുള്ളിൽ കിട്ടിപ്പോവാം, ചിലപ്പം 5 to 6 years എടുക്കാം, ചിലപ്പോൾ കിട്ടാണ്ടിരിക്കാം. എല്ലാം അറിഞ്ഞിട്ട്, കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് വേണം. എത്ര ഡീപ്പായിട്ട് ഓരോന്നും പഠിക്കണം, എല്ലാം അറിഞ്ഞിട്ട് വേണം ഇതിലോട്ട് ഇറങ്ങാനായിട്ട്. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവല്ല്. എഴുതിയെടുക്കും എന്നുള്ള മൈൻഡിൽ വേണം നിൽക്കാനായിട്ട്. അപ്പൊ അരുണിമ ജോയിനിങ് ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ ജോയിൻ ചെയ്യുവാണ്. അപ്പം ഇതാണോ അൾട്ടിമേറ്റ്, അതോ ഇത് കഴിഞ്ഞിട്ട് ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്തെങ്കിലും ഉണ്ടോ? ഓഫ് കോഴ്സ് ഞാൻ എന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് SSC CGL ആണ്. അപ്പം ഞാൻ റിസൾട്ട് വന്നിട്ടും ഇത് പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴും പ്രിപ്പയർ ചെയ്യാണ്. കയറി കഴിഞ്ഞാലും ലൈക്ക് എന്റെ അറ്റംപ്റ്റ് മാക്സിമം വരെ എഴുതി എടുക്കാൻ ശ്രമിക്കും ഉറപ്പായിട്ടും. സോ താങ്ക് യു അരുണിമ, നമ്മളോട് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.